നമ്മുടെ പ്രശാന്ത് ഏട്ടനാണ്. ഹായ് പ്രശാന്ത് ഏട്ടാ, എങ്ങനെയുണ്ട് നേരത്തെ ഫീലുമായിട്ട്? അടിപൊളിയാണ്. കോട്ട നല്ല കോട്ട, കിഴക്കേ കോട്ട, പാർക്ക് നല്ല പാർക്ക്, ഇത് ഗാന്ധി പാർക്ക്, ഊര് നല്ല ഊര്, ഇത് തമ്പാനൂര്, താണ്ടിപ്പോയാൽ ചെങ്കൽ ചുള്ള. ട്രാവലർ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്ന എവിടെയാണ്? ഡിപ്പോയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇന്ന് പുതിയൊരു എക്സ്പീരിയൻസ്, നമ്മുടെ ഓൾ കേരള യാത്ര കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിന്ന് എടുക്കുന്നത്. ഇന്ന് എത്രയാണ്? 27/7/2024. ഇന്ന് 27ആണ്. അപ്പോൾ നമ്മളിന്ന് പുതിയൊരു യാത്ര, അതായത് തിരുവനന്തപുരത്ത് നടത്തുന്ന ഒരു സൈറ്റ് സീയിങ്, ഒരു എന്താണ് KSRTC ഡബിൾ ഡെക്കറിൻ്റെ ഒരു യാത്രയുണ്ട്. സിറ്റിയുടെ മെയിൻ ആയിട്ടുള്ള സ്പോട്ടുകളെല്ലാം കേന്ദ്രീകരിച്ച് നടത്തുന്ന ഒരു യാത്ര. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. നമ്മൾ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്, ബസ് ഇപ്പോഴും എത്തിയിട്ടില്ല. നമ്മളിപ്പോൾ കിഴക്കേക്കോട്ടത്താണ് വെയിറ്റിംഗ്. കിഴക്കേക്കോട്ട നിൽക്കുകയാണ്. എന്തായിരുന്നാലും ഒരല്പസമയത്തിനകത്ത് ബസ് എത്തും. നമ്മളിപ്പോൾ എടുത്തിക്കുന്നത് 6 മണി മുതലുള്ളതാണ്. പല സമയങ്ങളിലുണ്ട്. ഫുൾ ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും വീഡിയോയിൽ തന്നെ. സ്ഥലങ്ങളുടെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. എന്തായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഈ ബസ്സിനെ പറ്റി, യാത്രയെ പറ്റിയുള്ള ഫുൾ എപ്പിസോഡാണിത്. എത്ര മണിക്ക് തുടങ്ങുന്നുള്ളതും ഏതുവരെ പോകും, ഏതെല്ലാം സ്പോട്ടാണ്, എത്ര ക്യാഷ് ആവും എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ വീഡിയോയിലുണ്ടാവും. ഉറപ്പായിട്ടും എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ ടൈം നമ്മൾ 6 മണി, 5:30ക്കാണല്ലേ സ്റ്റാർട്ടിങ്? അല്ല, 6 മണിയാണ് തുടങ്ങുന്നത്. നമ്മൾ ഈ നിൽക്കുന്ന വൈകിട്ട് 6 മണി സമയത്താണ്. ആ ഒരു ട്രിപ്പിലാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ വെയിറ്റിംഗ് നമ്മുടെ ബസ്സിന്. ബസ് വരട്ടെ. നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ്. എന്തായാലും ബസ് വന്നിട്ട് അതിൻ്റെ ഫുൾ കാഴ്ചകളുണ്ടാവും. സപ്പോർട്ട് കേട്ടോ. ഡബിൾ ഡെക്കറിൻ്റെ ഒരു ബസ് വന്നിട്ടുണ്ട്. നമ്മളെ ബസ് ഇപ്പോഴും എത്തിയിട്ടില്ല. നമുക്ക് 6 മണിയാണ് പറഞ്ഞിട്ടുള്ളത്. 6 മണി ആയില്ല, 6 മണി ആവാൻ പോകുന്നേ ഉള്ളൂ. നമ്മളെ ബസ് റൂട്ടിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എത്തും. എന്തായാലും അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഉടനെ തന്നെ എത്തും. നമ്മുടെ ബസ് ഇതാ വരുന്നുണ്ട്. ആൾക്കാരുണ്ട്, മുകളിൽ നിറയെ ആൾക്കാരുണ്ട്. ഇപ്പോൾ ഇത് ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞ് വന്നതാണ്. ബ്ലൂ ബസ്സാണുള്ളത്. നമ്മൾ നേരത്തെ കണ്ടത് ഒരു ബ്രൗൺ ബസ്സാണ്. നമ്മൾ ഇന്നത്തെ യാത്ര ഈ ബസ്സിലാണ് കേട്ടോ. ഇലക്ട്രിക് ബസ്സാണ്. ഇനിയിപ്പോൾ തന്നെ നമ്മൾ അടുത്ത ട്രിപ്പ് തുടങ്ങുന്നതായിരിക്കും. ആൾക്കാർ വന്നിട്ടുള്ള ബുക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ തന്നെ തുടങ്ങുന്നതായിരിക്കും. ഇത് താണ്ട തിരുവനന്തപുരം, നമ്മോടെ തിരുവനന്തപുരം, ചുണയോടെ കേറിവാടാ. അത് നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട്. ഇലക്ട്രിക് ബസ്സാണ്, ഡബിൾ ഡെക്കർ. അപ്പോൾ ഇതിലാണ് നമുക്ക് ട്രിപ്പ് പോകാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അല്ലേ? ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഡബിൾ ഡെക്കറിൽ കയറുന്നത്. പക്ഷേ ഞാൻ രണ്ടാമത്തോട്ടാണ്. നമ്മൾ ഇതിൻ്റെ ഉദ്ഘാടന ദിവസം നമ്മൾ ഇതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വീഡിയോ ഫുള്ളായിട്ടുള്ള അല്ല, കുറച്ച് ദൂരം നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഡബിൾ ഡെക്കർ ബസ്സിൽ കാണുന്ന എല്ലാ ടൂറിസ്റ്റ് പ്ലേസും നമ്മൾ തിരുവനന്തപുരം ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം അറിയാമെന്നുള്ളതാണ്. സ്പോട്ടെല്ലാം നമുക്കറിയാം. എങ്കിലും ഡബിൾ ഡെക്കർ ബസ്സിൽ മുകളിൽ നിന്ന് കിട്ടുന്ന ആ വിഷ്വൽ, അത് ആ കാറ്റ് എല്ലാം പൊളിയായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ രണ്ട് ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. നമുക്കിപ്പോൾ ബ്ലൂ ബസ്സാണ്, ഇലക്ട്രിക് ബസ്സാണ്. നമ്മൾ ബസ്സിൽ നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ മെയിനായിട്ടുള്ള സ്പോട്ടുകൾ നമ്മൾ ഇതിൽ വരച്ച് വെച്ചിട്ടുണ്ട്. പത്മനാഭൻ സ്വാമി ക്ഷേത്രം, നമ്മുടെ മ്യൂസിയം, അതുപോലെ തന്നെ ശംഖുമുഖത്തെ കൽമണ്ഡപവും, അതുപോലെ കോവളം ലൈറ്റ് ഹൗസ്, നമ്മുടെ പാളയത്തുള്ള പള്ളികൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള മെയിനായിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ നമുക്ക് വണ്ടിയിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന രീതിയിലുള്ള ഇത്രയും ഹൈറ്റിലുള്ള ഒരു വണ്ടിയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് സിറ്റി സൈഡ് സീയിങ്ങിന് വേണ്ടിയിട്ട് KSRTC ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതെന്തായിരുന്നാലും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മളിപ്പോൾ 6 to ഉള്ള സമയമാണ് വെച്ചിട്ടുള്ളത്. അതാകുമ്പോൾ നമുക്ക് ഡേ ലൈറ്റും കിട്ടും, നൈറ്റിലുള്ള വിഷ്വൽസും കിട്ടും. എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയാണ് യാത്ര എന്നുള്ള, അല്ലേ? എന്തായാലും നമുക്ക് അകത്തോട്ട് കയറി നോക്കാം. ഓക്കെ, ഇതാണ് നമുക്ക് ഡബിൾ ഡെക്കറിൻ്റെ ഉൾവശം എന്ന് പറഞ്ഞാൽ. ഈ രീതിയിലാണ് താഴത്തെ സീറ്റുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഇങ്ങനെയാണ് നമുക്ക് മുകളിലോട്ട് പോകാനുള്ള വഴി. ഇതുവഴിയാണ് 2 സൈഡിൽ കൂടെ മുകളിലോട്ട് പോകാനുള്ള സ്റ്റെയറുകൾ ഉണ്ട്. അടിപൊളി. ഇതാണ് നമ്മുടെ മുകളിലത്തെ വിഷ്വൽ എന്ന് പറയുന്നത്, വ്യൂ എന്ന് പറയുന്നത്. ഇത്രയും ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്.
അപ്പോൾ ഇത്രയും ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇത് ബാക്കിൽ നിന്ന് നമുക്ക് താഴേക്ക് ഇറങ്ങാനുള്ള സ്റ്റെപ്പുകളുണ്ട്. അപ്പോൾ മുകളിൽ നിന്നുള്ള വിഷ്വൽ നമ്മൾ കണ്ട് നല്ല ഹൈറ്റിലാണ്. അപ്പോൾ ഇനി നമ്മൾ സിറ്റിയിൽ കൂടെയാണ് പോകാൻ പോകുന്നത്. സിറ്റിയിലും അതുപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരത്തുള്ള പ്രധാനപ്പെട്ട എല്ലാ സ്പോട്ടുകളും കണക്ട് ചെയ്തിട്ടാണ് ഈ വാഹനം പോകുന്നത്. എന്തായിരിക്കും അല്ലേ, അടിപൊളിയായിരിക്കും, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. മാത്രമല്ല ഈ സമയത്തുള്ള റൈഡുകളിൽ ഒത്തിരി പ്രത്യേകതകളുണ്ടെന്നാണ് പറയണത്. എന്തായാലും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ അറിയാം. ഹായ്, വെൽക്കം. നമ്മുടെ സിറ്റി റൈഡിലേക്ക് രണ്ടാമത്തോട്ടല്ലേ? അതെ, രണ്ടാമത്. ഇപ്പം നമ്മുടെ സിറ്റി റൈഡിന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യമേ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 രൂപ ചാർജ് ആയിരുന്നു മുകളിലും താഴെയും. അപ്പോൾ നല്ല വൈബായിരുന്നു. ഇപ്പോഴ് മുകളിൽ 200 പ്ലസ് ഓൺലൈനാണ്. നമുക്ക് ഓൺലൈൻ റിസർവേഷനാണ്. എൻ്റെ KSRTC നിയോ PRS എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിനകത്ത് നമുക്ക് ഡെസ്റ്റിനേഷൻ കൊടുക്കുന്നത് ഈസ്റ്റ് ഫോർട്ട് സിറ്റി റൈഡ് കൊടുക്കുക. പിന്നെ അതിനുശേഷം ഗോയിങ് ടു എന്നുള്ള ഭാഗത്ത് നമുക്ക് ഈസ്റ്റ് ഫോർട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് സെലക്ട് ചെയ്യേണ്ട സീറ്റ് പിന്നെ കാണിക്കുന്നത് അതിൽ കാണിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബസ്സിൻ്റെ ടൈമിംഗാണ്. ആ ടൈമിങ്ങിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ടൈമിംഗ് എടുക്കുക. ഡേറ്റ് സെലക്ട് ചെയ്ത് സെർച്ച് ബസ് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് നമുക്ക് ടൈമിംഗ് കിട്ടും. ആ ടൈമിങ്ങിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ടൈം ചൂസ് ചെയ്ത് അതിനകത്ത് ഓൺലൈൻ പേയ്മെൻറ്റ്. അത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്ന വിൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോവർ ഡെക്കിൻ്റെ ഇതായിരിക്കും. ഓരോ സീറ്റിലും 100 എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അതിന് പകരം തൊട്ട് അപ്പുറത്ത് തന്നെ അപ്പർ ഡെക്ക് എന്ന് പറയുന്ന അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഓപ്ഷൻ മാറിയിട്ട് മുകളിൽ 200-ൻ്റെ ഓരോ സീറ്റിലും 200-ൻ്റെ വിസിബിലിറ്റി കാണിക്കും. അതിൽ നമ്മൾ ബുക്ക് ചെയ്തിട്ട് പാസഞ്ചർ ഡീറ്റെയിൽസ് ബാക്കിയുള്ളതിൽ കൊടുത്തിട്ട് ഓൺലൈനിൽ നമുക്ക് പേയ്മെൻറ്റ് ചെയ്ത് നമുക്ക് സീറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. പരമാവധി സീറ്റ് ബുക്ക് ചെയ്യുകയാണ് വേണ്ടുള്ളത്. കാരണം ഏത് സമയമാണ് നമുക്കുള്ള ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് നമുക്കിപ്പം കൂടുതൽ പാസഞ്ചർ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓൺലൈൻ ചെയ്ത് വരുന്നതായിരിക്കും കൂടുതൽ നല്ലത്. സ്പോട്ടിലും ഉണ്ട് ടിക്കറ്റ്. അപ്പോൾ ഇൻ കേസ് ആക്സിഡൻ്റ് ഉള്ള സമയങ്ങളിലോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഓൺലൈനിൽ ഓൺ ടൈമിൽ നമുക്ക് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാം. പിന്നെ വർക്കിംഗ് ഡേയ്സിൽ അല്പം തിരക്ക് കുറവായിരിക്കും. വീക്കെൻഡിൽ നമുക്ക് ഇപ്പം അതിപ്പോൾ കാണാൻ പറ്റും. നമുക്ക് അതൊക്കെ ടൈം നമുക്ക് 3 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് 10 മണിക്കാണ് ലാസ്റ്റ് റൈഡ് വരുന്നത്. അതുപോലെ തന്നെ പാസഞ്ചറിന് ആവശ്യമായിട്ടുള്ള നമുക്ക് റീഫ്രഷ്മെൻറ്റിനുള്ള വെള്ളം, സ്നാക്സ് ഇതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു സ്നാക്സിന് 10 രൂപയായിട്ടാണ്, 10 രൂപയും വെള്ളത്തിന് 10 രൂപയാണ്. പിന്നെ എൻജോയ്മെൻറ്റ് ട്രിപ്പാണിപ്പോൾ നമ്മൾ ഓൺവേർഡ്സ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ പേര് പ്രകാശ്. അപ്പോൾ ഇതാണ് നമ്മുടെ സിറ്റി റൈഡിനെ കുറിച്ച് പറയാനുള്ള ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പോകും വഴി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാം. ഒരുപാട് എൻജോയ്മെൻറ്റ് പ്രോഗ്രാംസ് ഒക്കെ ഇതിനകത്ത് നടത്തുന്നുണ്ട്. ഇവരുടെ കോൺടാക്ട് നമ്പർ എന്തായാലും കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് വിളിച്ച് ബുക്ക് ചെയ്യാം. വിളിച്ച് ബുക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടോ? ഉണ്ടല്ലോ. അപ്പോൾ കോൺടാക്ട് നമ്പർ ഉറപ്പായിട്ടും നമ്മൾ വച്ചേക്കും. നിങ്ങൾക്ക് ഇവരെ തന്നെ വിളിച്ച് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ബാക്കി ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. നമുക്ക് സിറ്റി റൈഡിലോട്ട് പോവാം. നമ്മുടെ വണ്ടി അടുത്ത ആൾ കയറ്റാനുള്ള സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ വെയിറ്റിങ്ങിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇനി നമ്മുടെ ഈ സിറ്റി റൈഡിൻ്റെ കാഴ്ചകളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് കേട്ടോ. അടുത്ത ആൾക്കാരെല്ലാം റെഡിയായിട്ട് നിൽക്കുകയാണ്. ഒരുപാട് ആൾക്കാരുണ്ട്, വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ഈസ്റ്റ് ഫോർട്ടിൽ നിന്ന് നമ്മുടെ യാത്ര ആരംഭിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഒരുപാട് ആൾക്കാരുന്നുണ്ട്. മുകളിലോട്ട് ആൾക്കാർ പേര് വിളിച്ച് ബുക്ക് ചെയ്ത ആൾക്കാരെ പേര് വിളിച്ച് കയറ്റുന്ന സംഭവമാണ് ആദ്യം ഇവിടെ വന്നിട്ട്. അപ്പോൾ ഓൺലൈൻ ബുക്ക് ചെയ്താലും അല്ലെങ്കിലും വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് സംഭവം. ആൾക്കാർ കയറിയ ഉടനെ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ടാവും. ആൾക്കാർ ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ യാത്ര തിരിക്കാറായിട്ടുണ്ട് കേട്ടോ.
തിരുവനന്തപുരം നമ്മുടെ തിരുവനന്തപുരം ചുണയോടെ കേറിവാടാ ഇത് താണ്ട തിരുവനന്തപുരം നമ്മോടെ തിരുവനന്തപുരം ചുണയോടെ കേറിവാടാ ഇത് താണ്ടാ തിരുവനന്തപുരം നമ്മുടെ തിരുവനന്തപുരം ചുണയോടെ കേറിവാടാ മാനത്ത് നീല പുതപ്പാണെങ്കിൽ ഏവർക്കും നഗരക്കാഴ്ചയിലേക്ക് സ്വാഗതം. നമ്മുടെ വലതുവശത്തായി കാണുന്നതാണ് നമ്മുടെ ഭരണസിരാ കേന്ദ്രം, സെക്രട്ടേറിയറ്റ്. നമ്മുടെ മുഖ്യമന്ത്രിയുടെയും വകുപ്പ് മന്ത്രിമാരുടെയും ഓഫീസാണ് ഇത്. തിരുവിതാംകൂർ രാജവംശം അവരുടെ മാസത്തിലൊരിക്കൽ നടക്കുന്ന ദർബാർ കൂടുന്നതിന് വേണ്ടി നിർമ്മിച്ച ദർബാർ ഹാളാണ്. 1865 നിർമ്മാണം ആരംഭിച്ച് 1869 നിർമ്മാണം പൂർത്തിയായ ഈ ദർബാർ ഹാൾ നിർമ്മിക്കാൻ നേതൃത്വം നൽകിയത് അന്നത്തെ ദിവാനായിരുന്ന മാധവറാവു. അദ്ദേഹത്തിന്റെ പ്രതിമയാണ് ഇടതുവശത്തായി കടന്നുപോയത്. ഈ പ്രതിമയാണ് തിരുവനന്തപുരത്ത് ആദ്യമായി സ്ഥാപിക്കുകയുണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്തിന് സ്റ്റാച്യു എന്ന പേര് വരികയുണ്ടായി. സെക്രട്ടേറിയറ്റ് വളപ്പിൽ നമുക്ക് ഒരു പ്രതിമ മാത്രമേ കാണാൻ കഴിയൂ. അത് വേലുത്തമ്പി ദളവയുടെ പ്രതിമയാണ്. മറ്റൊന്നും കണ്ടല്ല അതവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അന്നത്തെ പ്രധാനമന്ത്രി പദമായിരുന്ന ദളവ പദത്തിലേക്ക് ചുരുങ്ങിയ സമയം കൊണ്ടെത്തുകയും അതിന്റെ ഇരട്ടി വേഗതയും ആ സ്ഥാനം ത്യജിച്ച് ജനങ്ങളുടെ ക്ഷേമത്തിനായി ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതിയ ധീരയോദ്ധാവ് വേലുത്തമ്പി ദളവ. ഇടതുവശത്തായി കടന്നു വരുന്നു കേരള യൂണിവേഴ്സിറ്റി കോളേജ്. തിരുവിതാംകൂർ രാജവംശം നമുക്ക് സമ്മാനിച്ച ഒരു മുതൽക്കോട്ട്. നമ്മുടെ മുൻ രാഷ്ട്രപതി കെ ആർ നാരായണനും ചിത്രകാരനായ രാജാ രവിവർമ്മയൊക്കെ പഠിച്ചിറങ്ങിയ അതുല്യ പ്രതിഭകൾ പഠിച്ചിറങ്ങിയ യൂണിവേഴ്സിറ്റി കോളേജ് ഇടതുവശത്തായി കടന്നു പോകുന്നു. തൊട്ടു മുന്നിലായി ഇടതുവശത്ത് പട്ടം താണുപിള്ളയുടെ പ്രതിമയാണ് കാണാൻ കഴിയുന്നത്. അതിന് തൊട്ടടുത്തായി മുൻകാലങ്ങളിൽ BJT ഹാൾ എന്നറിയപ്പെട്ടിരുന്ന ഇപ്പോൾ അയ്യങ്കാളി എന്നറിയപ്പെടുന്ന ഹാളാണ് കടന്നു പോകുന്നത്. വലതുവശത്തായി കടന്നു വരുന്നു പാളയം മാർക്കറ്റ്. ഇടതുവശത്തായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഒരു വിനായക ക്ഷേത്രമാണ് കടന്നു പോകുന്നത്. അതിന് തൊട്ടടുത്തായി പാളയം ജുമാ മസ്ജിദ്, ലോകത്തെ പ്രതിഫലിപ്പിക്കുന്ന പള്ളി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പാളയം ജുമാ മസ്ജിദാണ്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഏറ്റവും അധികം സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്ത ഒരു പള്ളിയാണ്. ഇതിന് തൊട്ടുപിറകിലായി നമുക്കൊരു ക്രിസ്തു ദേവാലയം കാണാൻ കഴിയും. ഒരേ കോമ്പൗണ്ടിൽ 3 ആരാധനാലയങ്ങൾ ഒരുമിക്കുന്ന തിരുവനന്തപുരത്തെ ഏക സ്ഥലമാണ് പാളയം. ഇടതുവശത്തായി ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം, പോലീസ് സേനയിലെ ആദ്യത്തെ IG ആയിരുന്ന ചന്ദ്രശേഖർ നായർ സാറിന്റെ ഓർമ്മയ്ക്കായി പോലീസ് സ്റ്റേഡിയമായി പ്രവർത്തിക്കുന്നു. പോലീസിന്റെ മീറ്റൊക്കെ നടക്കുന്ന ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം. ഇടതുവശത്തായി കടന്നു പോകുന്നു നിയമസഭാ മന്ദിരം, ലെജിസ്ലേറ്റീവ് അസംബ്ലി. നമ്മുടെ MLA-മാരൊക്കെ ബജറ്റ് സമ്മേളനമൊക്കെ കൂടുന്ന നിയമസഭാ മന്ദിരം. പെരുന്നാളും ഭീമ പള്ളി ഉറൂസും മാറ്റുകാൽ പൊങ്കാല പെരുമയാർന്ന നഗരം. നമ്മുടെ പ്രശാന്ത് ഏട്ടനാണ്. ഹായ് പ്രശാന്ത് ഏട്ടാ, എങ്ങനെയുണ്ട് നേരത്തെ ഫീലുമായിട്ട്? അടിപൊളിയാണ്. നഗരം അടിച്ചിടം ഷട്ട് കളിച്ചിടം തട്ടിയും മുട്ടിയും ഗ്രീൻഫീൽഡ് ഗ്രൗണ്ട്.
ചിത്രമേളയും കൂട്ടവും പാട്ടുമുണ്ട് ചിത്രാഞ്ജലി. ഫുൾ ആളുണ്ട് മുകളിൽ, ഇഷ്ടംപോലെ ആൾക്കാർ പാട്ട് ഡാൻസ് എല്ലാം തുടങ്ങുന്നത്. എല്ലാവരും താഴോട്ട് വന്നത് നമ്മുടെ ട്രിപ്പിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. നമ്മൾ 3 മണി മുതൽ 10 മണി വരെയാണ് ട്രിപ്പ് നടക്കുന്നത്. താഴത്തെ സീറ്റ് നമുക്ക് ഇന്ന് താഴെ ആൾക്കാർ വളരെ കുറവാണ്, എന്നാലും താഴെ ആരും ഇരിക്കാൻ ചാൻസ് ഇല്ല. മുകളിലത്തെ സീറ്റിന് 200 രൂപയാണ് ടിക്കറ്റ്. ഓൺലൈനായിട്ടും അല്ലാതെ നിങ്ങൾക്ക് വിളിച്ച് ബുക്ക് ചെയ്യാൻ പറ്റും. താഴത്തെ സീറ്റ് 100 രൂപയാണ്, അതും അതുപോലെ തന്നെയാണ്, നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. ഇത് നോൺ സ്റ്റോപ്പാണ്. നമുക്ക് ഇതുപോലുള്ള സൈറ്റ് സീയിങ് തിരുവനന്തപുരത്തുള്ള മെയിനായിട്ട് പറയുന്നവരെല്ലാം അനൗൺസ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് മെയിനായിട്ടുള്ള എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്ത് പോകുന്ന ഒരു ട്രിപ്പാണ്. ഏകദേശം 1.25 മണിക്കൂർ എടുക്കുന്ന ഒരു ട്രിപ്പാണ്. 200 രൂപയേ ഉള്ളൂ. അത് ഇതുപോലുള്ള പല ദേശങ്ങളിൽ നിന്നും പല ആൾക്കാരുമായിട്ട് ഒരുമിച്ച് പോകാൻ പറ്റുന്ന ഒരു അവസരം. വല്ലാത്തൊരു വൈബ് തന്നെയാണ്. സൂപ്പർ ട്രിപ്പാണ്. അത് നമുക്ക് പല സമയങ്ങളിലും 3 മണി മുതൽ 10 മണി വരെയുള്ള സമയങ്ങളിൽ നമുക്ക് ട്രിപ്പ് ക്രമീകരിച്ചിട്ടുണ്ട്. ഒരു അടിപൊളി ട്രിപ്പ്. അപ്പോൾ ഇതിൽ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതിന് മുകളിലുണ്ട്. നമുക്ക് സ്നാക്സും കുടിവെള്ളമൊക്കെ ഇതിനകത്ത് ലഭിക്കുന്നുണ്ട്. ഡാൻസ് കളിക്കാനോ പാട്ട് പാടാനോ അങ്ങനെയൊക്കെ ഉള്ള കുറേ ആക്ടിവിറ്റീസ് ഇതിനകത്തുണ്ട്. സ്ഥലങ്ങളെല്ലാം അനൗൺസ് ചെയ്ത് പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. സൂപ്പർ ട്രിപ്പാണ്. നമ്മളിപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ തുടങ്ങിയ ഒരു അടിപൊളി ട്രിപ്പാണ്. എന്തായാലും ബാക്കിയുടെ കണ്ടിട്ട് നമുക്ക് വരാം. കോട്ട നല്ല കോട്ട കിഴക്കേ കോട്ട, പാർക്ക് നല്ല പാർക്ക് ഇത് ഗാന്ധി പാർക്ക്, ഊര് നല്ല ഊര് ഇത് തമ്പാനൂര്, താണ്ടിപ്പോയാൽ ചെങ്കൽ ചുള്ള. കോട്ട നല്ല കോട്ട കിഴക്കേ കോട്ട, പാർക്ക് നല്ല പാർക്ക് ഇത്. ഈ പാർട്ട് തൊട്ട് ഈ മേടം തൊട്ട് ഇങ്ങോട്ടേക്ക് ഒരു ടീം, ഇത് കഴിഞ്ഞിട്ട് ഇവിടത്തേക്ക് ആ ബാക്ക് സൈഡ് വരെ ഒരു ടീം. നിന്നെ കാണാനിട്ടൊരു നാളുണ്ട്, തങ്കഭസ്മക്കുറിയിട്ട തമ്പൂരാട്ടി മുടക്കും ഞാൻ 17 മന്ദാരക്കൊമ്പത്തൊരു ഞാലിലാടി. ഊര് നല്ല ഊര് ഇത് തമ്പാനൂര്, താണ്ടിപ്പോയാൽ ചെങ്കൽ ചുള്ള. പാളയത്തു വന്ന 3 ആലയങ്ങൾ കാണാം, ആടിപ്പാടി നിൽക്കാൻ മ്യൂസിയത്ത് പോകാം, നാട് ശുദ്ധിയാക്കാൻ ഈ നഗരസഭയുമുണ്ട്, തീരദേശമുണ്ട് മലയോര ഗ്രാമമുണ്ട്, സ്റ്റാച്ചു പട്ടം കണ്ട മൂല മെഡിക്കൽ കോളേജ്, താണ്ടിപ്പോയാൽ പേരൂർക്കട. സ്റ്റാച്ചു പട്ടം കണ്ട മൂല മെഡിക്കൽ കോളേജ്, താണ്ടിപ്പോയാൽ പേരൂർക്കട. കോട്ട നല്ല കോട്ട കിഴക്കേ കോട്ട, പാർക്ക് നല്ല പാർക്ക് ടെക്നോ പാർക്ക്. മാലകൾ കാണാൻ കോവളത്ത് പോകാം. വെരി ഗുഡ്. നല്ല എൻജോയ് ചെയ്തു. അടിപൊളി സൂപ്പർ. ഓക്കെ ഓക്കെ മോന മോന ഓക്കെ പറയാം. സൂപ്പർ. കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ട്. നിങ്ങളോട് ഉണ്ടായിരുന്നുണ്ട്, നല്ല വൈബായിരുന്നു. ഓക്കെ കാണാം. കൊള്ളായിരുന്നോ ട്രിപ്പ്? എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ട്രിപ്പായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ചേട്ടാ ട്രിപ്പ്? നന്നായിരുന്നു. ഓക്കെ, നിങ്ങൾ എവിടെന്നാ? ഞാൻ തൃശ്ശൂരിനാ? ഓക്കെ. ആ ജസ്മീൻ, അതെ. നിങ്ങൾ എവിടെ? തൃശ്ശൂരാ? ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പ്? എങ്ങനെ ഉണ്ടായിരുന്നു?
അടിപൊളിയായിരുന്നു. പ്രശാന്ത് അടിപൊളിയായിരുന്നു. ഡബിൾ ഡെക്കർ ബസ്സിൽ നമ്മൾ പോയ ടൈം 6 മണി തൊട്ട് 8 മണിയുള്ള ടൈമാണ്. ഇടയ്ക്ക് ചെറിയൊരു ബ്രേക്ക് വന്നു, അത് കുഴപ്പമില്ല, അത് ട്രാഫിക് ജാം അതായിരുന്നു. ഓക്കെ, പറയാതിരിക്കാൻ വയ്യ. ഒട്ടും പ്രതീക്ഷിച്ചില്ലെന്ന് വെച്ചാൽ നമ്മുടെ തിരുവനന്തപുരത്ത് നമ്മൾ കണ്ട സ്ഥലങ്ങൾ തന്നെയാണല്ലോ എല്ലാം എന്ന് വിചാരിച്ച് വന്നിട്ട് അയ്യോ ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഇതിൽ വരുന്നെങ്കിൽ ഈ ഒരു ടൈമിങ്ങിൽ തന്നെ പറഞ്ഞാൽ മോസ്റ്റ് എക്സ്പെഷ്യലി പറയാൻ പറ്റിയത് നമ്മുടെ എയർപോർട്ട്. നമുക്ക് ഇത് അല്ലേ പ്ലെയിന് ലാൻഡ് ചെയ്ത് കാണാൻ പറ്റിയല്ലേ, ലാൻഡ് ചെയ്തൊക്കെ കാണാൻ പറ്റി. എയർപോർട്ട് വിശാലമായിട്ട് കാണാൻ നമുക്ക് വേറെ ഏതൊരു മാർഗത്തിൽ പോലും കാണാൻ പറ്റത്തില്ല ഈ ഒരു ബസ്സിൽ, ഈ ഒരു ട്രിപ്പിൽ വന്നാൽ. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ കുറേ നാളായി കുറേ വർഷങ്ങളായി ഇപ്പോൾ സ്കൂളിലൊക്കെ നമ്മൾ ടൂറ് പോകുമായിരുന്നു ടൂറിസ്റ്റ് ബസ്സിൽ. ആ ഒരു ഫീൽ, കാരണം എൻജോയ്മെൻ്റ് ആയിരുന്നു, പാട്ടുണ്ടായിരുന്നു, നമ്മളുടെ അന്താക്ഷരി ഉണ്ടായിരുന്നു, ഡാൻസ് കളിക്കായിരുന്നു. നമ്മുടെ ടൂറിസ്റ്റ് ബസ്സിൽ ലോങ് ട്രിപ്പ് പോകുന്ന അതേ ഒരു എഫക്റ്റ് കിട്ടി. കുറേ വർഷത്തിന് ശേഷം അങ്ങനെ ഒരു ടൂർ പോയി. നമ്മളിപ്പോൾ ഓൾ കേരള പോയി, അതൊക്കെ കാറിലായിരുന്നെങ്കിൽ ഇത് നല്ല എൻജോയ് ചെയ്ത് ഡാൻസ് കളിക്കാനെല്ലാവരും മുന്നേക്ക് ആയാലും പറയാതിരിക്കവേ ഒത്തിരി ഇഷ്ടപ്പെട്ടു. നിങ്ങൾ മസ്റ്റായിട്ട് വന്ന് ഈ ഒരു ട്രിപ്പിൽ പങ്കെടുക്കുന്നതാണ് എൻ്റെ ഒരു ആഗ്രഹം. നമ്മൾ തിരുവനന്തപുരത്തുള്ളവരായാലും നിങ്ങളിതിൽ കയറി നമ്മുടെ ഈ സിറ്റി, അതും ഈ നൈറ്റ് സമയമാകുമ്പോൾ നൈറ്റ് ഫുൾ ലൈറ്റും കാര്യങ്ങളും എന്ത് ബ്യൂട്ടിഫുള്ളാണ് നമ്മുടെ തിരുവനന്തപുരം എന്ന് ഈ ഒരു ട്രിപ്പിലൂടെ മനസ്സിലാക്കണം. നമ്മൾ നിസ്സാരമെന്ന് വിചാരിക്കരുത്, വരണം കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, ഒട്ടും പ്രതീക്ഷയില്ല. സൂപ്പർ. അത് ഇന്ന് രാഖിയുടെ ബർത്ത്ഡേ ആയിരുന്നു, ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ. എന്തായിരുന്നാലും നിങ്ങൾ ഈ ടൈമിങ്ങിന് വരിക. പ്രകാശ് ചേട്ടൻ, ഡ്രൈവറിൻ്റെ പേര് എനിക്ക് ഒറ്റപ്പെടുത്തില്ല. എന്തായാലും പ്രകാശ് ചേട്ടൻ നല്ല വൈബായിരുന്നു. ആൾക്കാരെ എല്ലാവരും കളിക്കാത്തവരെ കളിപ്പിച്ച് കൊച്ചു കുട്ടികളെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന തിരക്കൊക്കെ മാറ്റി വെച്ചിട്ട് ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് കണക്കിൽ നൽകുക, അല്ലാതെ മസിൽ പിടിച്ചെടുക്കാൻ പറ്റില്ല. അങ്ങനെയല്ല, ഒരു ടൂറിസ്റ്റ് ബസ്സിൽ ഉള്ള ഒരു ആംബിയൻസ് ആയിരുന്നു. കളിയും പാട്ടും ചിരിയും. ഇവർ നമുക്ക് തോന്നുന്ന നമ്മളൊരു തിരുവനന്തപുരത്താണ്, അങ്ങ് അറ്റം മുതൽ ഇങ്ങറ്റം വരെയുള്ള ആൾക്കാരുണ്ടായിരുന്നു. ആന്ധ്രയിൽ നിന്ന് ഉള്ള ആൾ വരെ ഉണ്ടായിരുന്നു ഇതിനകത്ത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവമാണ്. എന്തായിരുന്നാലും അടിപൊളിയാണ്, നല്ല വൈബാണ്. ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ 6-8 സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് നമുക്ക് നഗരത്തിൻ്റെ ലൈറ്റ് ഉള്ളതും രാത്രിയിലുള്ള കാഴ്ചകൾ കാണാൻ പറ്റും. അതുപോലെ എയർപോർട്ടിൻ്റെ കാഴ്ചകൾ, ലാൻഡിങ് ഒക്കെ കാണാൻ പറ്റും. എന്തായിരുന്നാലും മിസ് ചെയ്യരുതാരും, അടിപൊളിയാണ്. അതെ, തിരുവനന്തപുരം എന്ന് നിങ്ങൾ നിസ്സാരമായിട്ട് കാണുന്നത് എല്ലാം അടിപൊളിയാണ്. ഈ ഒരു യാത്രയാകുമ്പോൾ ഏറ്റവും നമ്മൾ ടോപ്പിൽ നിന്നുള്ള സൂപ്പർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇറങ്ങാൻ പോവാണേ. ഓക്കെ, എന്തായാലും ട്രിപ്പ് പൊളിച്ചു കഴിഞ്ഞു. ചേട്ടന്മാരാണ് അടിച്ചു പൊളിച്ചത്. ഓക്കെ, ബൈ ചേട്ടാ, സൂപ്പറായിരുന്നു. ബൈ. ഓക്കെ, അപ്പോൾ ഇവരുടെ കോൺടാക്റ്റുകൾ നമ്പറോട് വെച്ചേക്കാം. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ. അപ്പോൾ ഇനി അടുത്ത ട്രിപ്പിനുള്ള ഇനിയുണ്ട് ട്രിപ്പുകൾ. അപ്പോൾ ഇനി അടുത്ത ട്രിപ്പിനുള്ള ആൾക്കാർ നിൽക്കുന്നേ ഉള്ളൂ. നമ്മൾ നേരത്തെയാണ് പോയത്, ഇപ്പം വന്നിട്ട് രാത്രി ആയിട്ടുണ്ട്. ഇനി അടുത്ത് പോകാൻ വേണ്ടിയിട്ട് ആൾക്കാർ നിൽപ്പുണ്ട്. എന്തായാലും പൊളി സംഭവം. ഓക്കെ, കോട്ട നല്ല കോട്ട, കിഴക്കേ കോട്ട, പാർക്ക് നല്ല പാർക്ക്, ഇത് ഗാന്ധി പാർക്ക്. ഊര് നല്ല ഊര്, ഇത് നമ്പാനൂര്. താണ്ടി പോയ ചെങ്കൽ ചുള്ള.